ബി.ജെ.പിയിൽ കെ സുരേന്ദ്രൻ പക്ഷത്തിന് വൻ തിരിച്ചടി. ബി.ജെ.പി പോഷക സംഘടനകളിൽ പിടിമുറുക്കി എസ് സുരേഷ്, എം.ടി. രമേശ് പക്ഷങ്ങൾ. യുവമോർച്ച ഭാരവാഹികളിൽ ഭൂരിപക്ഷം പേരും എസ് സുരേഷിന്റെ നോമിനികളാണ്. മറ്റു മോർച്ചകളിൽ എം.ടി. രമേശ് പക്ഷത്തിന് ആധിപത്യം. സുരേന്ദ്രൻ പക്ഷത്തെ ആരെയും പ്രധാന ഭാരവാഹികളാക്കിയില്ല. നേരത്തെ മുഴുവൻ മോർച്ചകളും സുരേന്ദ്രൻ പക്ഷത്തിന്റെ കയ്യിലായിരുന്നു. പി കുട്ടൻ ചേരുകയാണ്. കുട്ടൻ, സുരേന്ദ്രന്റെ കാലം അസ്തമിച്ചു, എന്തൊക്കെയാണ് വിവരങ്ങൾ? രാജീവ് ചന്ദ്രശേഖർ പ്രസിഡന്റായതിനു ശേഷം വി മുരളീധരനും കെ സുരേന്ദ്രന്റെയും പക്ഷക്കാർ പൂർണ്ണമായും അവഗണിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. പോഷക സംഘടനയുടെ ഭാരവാഹി സ്ഥാനങ്ങൾ പൂർണ്ണമായും എസ് സുരേഷ്, എം.ടി. രമേശ് പക്ഷങ്ങൾ കൈയടക്കി കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച യുവമോർച്ച ഭാരവാഹികൾ പൂർണ്ണമായും സുരേഷ് ഗ്രൂപ്പുകാരാണ്. സംസ്ഥാന പ്രസിഡന്റ് മനുപ്രസാദ്, സംസ്ഥാന ഭാരവാഹികളായ ഗോകുൽ, വരുൺ പ്രസാദ്, ഷിജിൽ വിഷ്ണു എന്നിവർ എസ് സുരേഷിന്റെ നോമിനികളാണ്. അഖിൽ പ്രേം, നിവിൻ കൃഷ്ണൻ എന്നിവരാണ് എം.ടി. രമേശിന്റെ പക്ഷക്കാർ. എറണാകുളത്തു നിന്നുള്ള ദിലീപ് ദിനേശ് മാത്രമാണ് ഏതിനെങ്കിലും സുരേന്ദ്ര പക്ഷത്തു നിന്നും ഭാരവാഹിയായത്. നേരത്തെ യുവമോർച്ച സംവിധാനം പൂർണ്ണമായും സുരേന്ദ്രന്റെ കൂടെയായിരുന്നു. മറ്റ് പോഷക സംഘടന ഇപ്പൊ നിലവിൽ മറ്റ് പോഷക സംഘടനകൾ എം.ടി. രമേശ് പക്ഷം കൈയടക്കിയിരിക്കുകയാണ്. മഹിളാ മോർച്ച, ഒ.ബി.സി മോർച്ച, കർഷക മോർച്ച, എസ്.സി മോർച്ച, എസ്.ടി മോർച്ച, ന്യൂനപക്ഷ മോർച്ച എന്നിങ്ങനെ 7 അനുബന്ധ സംഘടനകളാണ് ബി.ജെ.പിക്കുള്ളത്. ഇതിന്റെ ഭാരവാഹികളെല്ലാം രമേശ് പക്ഷക്കാരാണ്. സുരേന്ദ്രൻ പ്രസിഡന്റായ ഘട്ടത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു സംഘടനകളിലും രമേശിന്റെയും കൃഷ്ണദാസിന്റെയും ആൾക്കാരെ അടുപ്പിച്ചിരുന്നില്ല. പരമ്പരാഗതമായി സി കെ കൃഷ്ണദാസിന്റെയും എം.ടി. രമേശിന്റെ നേതൃത്വത്തിലുള്ള ഗ്രൂപ്പും വി മുരളീധരന്റെയും കെ സുരേന്ദ്രന്റെയും നേതൃത്വത്തിലുള്ള ഗ്രൂപ്പുമാണ് ബി.ജെ.പിക്കകത്തെ ശാക്തിക ചേരികളായി നിലകൊണ്ടിരുന്നത്. പുതിയ സമവാക്യത്തിൽ ഇപ്പോൾ ജനറൽ സെക്രട്ടറിയായ എസ് സുരേഷിന്റെ നേതൃത്വത്തിൽ പുതിയൊരു ചേരി കൂടി രൂപപ്പെടുന്നു എന്നുള്ളതാണ് ബി.ജെ.പിയുടെ ഉൾപാർട്ടി രാഷ്ട്രീയത്തിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. രാജീവ് ചന്ദ്രശേഖരന്റെ ഉറച്ച പിന്തുണയിലാണ് സുരേഷിന്റെ ഈ ഗ്രൂപ്പ് പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത്. സമ്മി പി കുട്ടനാണ് വിവരങ്ങൾ നൽകിയത്.